ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററാണ്. എന്താണ് ഈ സമാന്തര ശ്രേണികൾ? അതിനു മുന്നേ നമുക്ക് സംഖ്യാശ്രേണികൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ സംഖ്യാശ്രേണികൾ? ഒരു കൂട്ടം സംഖ്യകളെ ക്രമമായി എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടം സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന സംഖ്യകൾ ഒരു ശ്രേണി രൂപത്തിൽ എഴുതുന്നതിന് നമുക്ക് സംഖ്യാശ്രേണികൾ എന്ന് പറയാം. ഇത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് മാത്രമല്ല, വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുന്നതും സംഖ്യാശ്രേണിയാണ്. ഉദാഹരണത്തിന് 100, 95, 90, 85, 80 ഇങ്ങനെ പോകുന്നതും സംഖ്യാശ്രേണിയാണ്. അതുപോലെ ഭിന്നസംഖ്യാ രൂപത്തിലും നമുക്ക് സംഖ്യാശ്രേണികൾ എഴുതാം. ഉദാഹരണത്തിന് 1/2, 2/2, 3/2, 4/2, 5/2 ഇങ്ങനെ എഴുതുന്നതും സംഖ്യാശ്രേണി. ഇവിടെ 2/2, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്രയാണ്? 1. 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്രയാണ്? 2. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എന്നിട്ട് പാഠപുസ്തകത്തിലെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു നോക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന സമചതുരങ്ങളുടെ വശം, ചുറ്റളവ്, പരപ്പളവ്, വികർണങ്ങളുടെ നീളം എന്നിവ സംഖ്യാശ്രേണിയിൽ എഴുതുക. ഏതൊക്കെയാണ് നമ്മുടെ സമചതുരങ്ങൾ? 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ സമചതുരം. ഈ സമചതുരങ്ങളുടെ എന്തൊക്കെയാണ് സംഖ്യാശ്രേണിയിൽ എഴുതേണ്ടത്? വശം, ചുറ്റളവ്, പരപ്പളവ്, വികർണങ്ങളുടെ നീളം സംഖ്യാശ്രേണിയിൽ എഴുതുക. സമചതുരങ്ങൾ കണ്ടല്ലോ. 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരം, 1.5 സെന്റിമീറ്റർ വശമുള്ള സമചതുരം, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ വശങ്ങളൊന്ന് സംഖ്യാശ്രേണിയിൽ എഴുതാം. എങ്ങനെയാണ്? 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് വശങ്ങളുടെ നീളം നമ്മൾ സംഖ്യാശ്രേണിയിൽ എഴുതുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമായി വശത്തിന്റെ. ഇനി നമുക്ക് ചുറ്റളവ് കാണണം. അപ്പൊ ചുറ്റളവിന്റെ സംഖ്യാശ്രേണി എങ്ങനെ എഴുതാം? ചുറ്റളവിന്റെ സംഖ്യാശ്രേണി ഞാൻ ഒരു ചതുരത്തെ ഇവിടെ വരയ്ക്കുകയാണ്. ഒന്നാമത്തെ ചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. ചതുരം ഇവിടെ പറയുന്നത് സമചതുരം എന്നാണ്. ചതുരം എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളത്. സമചതുരം എന്ന് വെച്ചാൽ ഈ 4 വശവും തുല്യ അളവിലുള്ളത്, ഒരേ അളവിലുള്ള 4 വശങ്ങളുള്ളതിനാണ് നമ്മൾ സമചതുരം എന്ന് പറയുന്നത്. അപ്പൊ ഒരേ അളവാകുമ്പോൾ എന്താണ്? ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 1 സെന്റിമീറ്റർ, ഇവിടെയും 1 സെന്റിമീറ്റർ. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചുറ്റുമുള്ള അളവുകളെ കൂട്ടി കണ്ടുപിടിക്കുക. അപ്പൊ ചുറ്റുമുള്ള അളവുകൾ 1 സെന്റിമീറ്റർ അധികം 1 സെന്റിമീറ്റർ അധികം 1 സെന്റിമീറ്റർ അധികം 1 സെന്റിമീറ്റർ. അപ്പൊ 1 + 1 + 1 + 1. അപ്പൊ 1 1 2, 2 1 3, 3 1 4. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പം ഒന്നാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് 4 സെന്റിമീറ്റർ. രണ്ടാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് കാണാം. 1.5 സെന്റിമീറ്റർ ആണ് അല്ലെ? 1.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലാ വശവും എന്ത് തന്നെയാണ്? 1.5 സെന്റിമീറ്റർ ആണ്. ഈ 1.5 എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മിശ്രഭിന്ന സംഖ്യ എന്നാണ് പറയുന്നത്. 1, 1/2 ഇങ്ങനെ ഇരിക്കുന്ന സംഖ്യകളെ മിശ്രഭിന്ന സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ മിശ്രഭിന്ന സംഖ്യയെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് മാറ്റാം. മിശ്രഭിന്ന സംഖ്യ എങ്ങനെ ഭിന്നസംഖ്യയ്ക്ക് മാറ്റാം? ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിട്ട്, ഒരു ബീജഗണിത രൂപത്തിൽ എഴുതുകയാണെങ്കിൽ AB/C അല്ലെ? AB/C. അപ്പൊ ആ ഫോമിലാണ് ഇരിക്കണം. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എയും സിയും തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ആ ഉത്തരത്തിനോട് ബി കൂട്ടുക, ഡിവൈഡഡ് ബൈ ഭാഗം സി. ഇങ്ങനെയാണ് നമ്മൾ മിശ്ര ഭിന്നസംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റുന്നത്.
അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? 1/2 എങ്ങനെ ചെയ്യാം? 1ഉം 2ഉം ഗുണിക്കുക. 1 ഗുണം 2 അധികം 1 ഡിവൈഡഡ് ബൈ 2. സി എന്ന് പറയുന്നത് ഇവിടെ 2. 2 ഈക്വൽ ടു 1 into 2 2 2 plus 1 3/2. ഓക്കെ, അപ്പം 3ന്റെ പകുതിയാണ് 1.5. അപ്പൊ ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 3. 3/2. അപ്പൊ എല്ലാ വശവും എന്ത് തന്നെയാണ്? 3/2 സെന്റിമീറ്റർ. നമുക്കറിയാം 4 വശങ്ങളും കൂട്ടുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു വശത്തിനെ 4 കൊണ്ട് ഗുണിക്കുന്നത്? സെയിം ഉത്തരം തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പം ഒരു സൈഡിനെ ഞാൻ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ 4 സൈഡിന്റെയും ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? 4a. എ 4 കൊണ്ട്, ഒരു വശത്തിന് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഒരു വശം നമുക്ക് ഇതിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാം? 4 ഗുണം 3/2. അപ്പൊ ഇവിടെ എന്ത്? 4ഉം 2ഉം നമുക്ക് വെട്ടിക്കളയാം. എങ്ങനെ വെട്ടിക്കളയണം? വെട്ടിക്കളയുകയാണെങ്കിൽ രണ്ട് സംഖ്യകളും തുല്യമായി ഹരിക്കാൻ പറ്റുന്ന നമ്പർ വെച്ച് വേണം നമ്മൾ വെട്ടിക്കളയാൻ. അപ്പോൾ 2ന്റെ ടേബിൾ ഹരിക്കാൻ സാധിക്കും, 4ഉം 2ന്റെ ടേബിൾ ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 2ഉം 4ഉം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ന്റെ ടേബിൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2ന്റെ ടേബിൾ 2 ഒരു വട്ടം, ഇവിടെ 2ന്റെ ടേബിൾ 2 വട്ടം പറഞ്ഞാൽ 4 കിട്ടും. 2 ഗുണം 2 4 കിട്ടും. അപ്പം 2 into 3 6 സെന്റിമീറ്റർ. 2 into 3 6 സെന്റിമീറ്റർ. അപ്പം രണ്ടാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചതുരം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലാ വശങ്ങളും എന്ത് തന്നെ ആയിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ചുറ്റളവ് എന്ന് പറയുന്നത് 4 into 2 എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇല്ലെങ്കിൽ 2 അധികം 2 അധികം 2 അധികം 2 എന്ന് 4 സൈഡ് കൂട്ടിയാലും നമുക്ക് എത്ര തന്നെ കിട്ടും? 8 സെന്റിമീറ്റർ തന്നെ കിട്ടും. അപ്പൊ ചുറ്റളവ് എത്രയായി? 8 സെന്റിമീറ്റർ. ഇനി 2.5 സെന്റിമീറ്റർ ഉള്ള സമചതുരം. 2.5. അപ്പൊ എല്ലാ വശവും എന്ത് തന്നെയാണ്? 2.5 സെന്റിമീറ്റർ തന്നെയാണ്. അങ്ങനെ എല്ലാ വശങ്ങളിലും 2.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മിശ്ര ഭിന്നസംഖ്യയാക്കി മാറ്റാം. എങ്ങനെയാണ് 2.5 സെന്റിമീറ്ററിനെ എങ്ങനെ ഭിന്നസംഖ്യയാക്കി മാറ്റാം? നമ്മൾ പഠിച്ചത് a into c plus b divided by c. അപ്പം a into c, അപ്പൊ 2 into 2 അധികം ഈ 1 b divided by c. c എന്ന് പറയുന്നത് ഇവിടെ 2 is equal to 2 into 2 4 4 plus 1 5 5/2. അതായത് 5ന്റെ പകുതിയാണ് 2.5. അപ്പം 5/2. ഒരു വശം 5/2. സമചതുരമായതുകൊണ്ട് എല്ലാ വശവും 5/2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ചുറ്റളവ് കാണാം. 4a എന്ന് പറയുന്നത് എന്താണ്? 4 into 5/2. ഈ 2ഉം 4ഉം വെട്ടിക്കളഞ്ഞൂടെ? ഒരു വട്ടം 2, 2 വട്ടം 4. അപ്പൊ 2 ഗുണം 5 10. അപ്പൊ 10 സെന്റിമീറ്റർ ആണ് ഈ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ചുറ്റളവിന്റെ സംഖ്യാശ്രേണി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പരപ്പളവിന്റെ സംഖ്യാശ്രേണിയാണ്. പരപ്പളവിന്റെ സംഖ്യാശ്രേണി. പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വശം ഗുണം വശം. എന്താണ്? വശം ഗുണം വശം. രണ്ട് വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പരപ്പളവ് കിട്ടും. അപ്പൊ ഇവിടുത്തെ വശം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ഗുണം രണ്ടാമത്തെ വശം 1 സെന്റിമീറ്റർ. 1 ഗുണം 1 1. സെന്റിമീറ്റർ ഗുണം സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഒന്നാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ.
ഇനി രണ്ടാമത്തെ പരപ്പളവ് എന്ന് പറയുന്നത് 1.5. 1.5 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 3/2 ആണ്. 2 ആണ്. അങ്ങനെ എല്ലായിടത്തും എന്ത് തന്നെയാണ് 3/2 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. 3/2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 3/2 സെന്റിമീറ്റർ ഗുണം 3/2 സെന്റിമീറ്റർ. 3 into 3 9, 2 into 2 4, സെന്റിമീറ്റർ into സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതിനെ ഒരു ബീജഗണിത രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എല്ലാ വശവും തുല്യമായതുകൊണ്ട് ഈ വശത്തിന് ഞാൻ എ എന്ന് എടുക്കുന്നു. അപ്പൊ എല്ലാ വശവും എന്ത് തന്നെയാണ് എ ആയിരിക്കും. എന്തുകൊണ്ടാണ് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ എല്ലാ വശങ്ങളും എ. അപ്പൊ വശം ഗുണം വശം, അപ്പൊ എ ഗുണം എ. എ ഗുണം എ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ. അപ്പം ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണേണ്ട ഫോർമുല എന്താണ് എ സ്ക്വയർ. നിങ്ങൾക്ക് വശം ഗുണം വശം ഉപയോഗിക്കാം, അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയും ഉപയോഗിക്കാം. അപ്പം രണ്ടാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 9/4 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി മൂന്നാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. 2 സെന്റിമീറ്റർ ആണ് വശങ്ങളുടെ നീളം, 2 സെന്റിമീറ്റർ. അപ്പം ഞാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം. എ ഇസിക്കൽ ടു 2 സെന്റിമീറ്റർ അല്ലെ. ഒരു വശത്തിന്റെ നീളം എ എന്ന് പറയുന്ന ഒരു വശത്തിന്റെ നീളമാണ്, അത് 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണേണ്ട ഫോർമുല എ സ്ക്വയർ സമം 2 സെന്റിമീറ്ററിന്റെ സ്ക്വയർ സമം 2ന്റെ സ്ക്വയർ 4, സെന്റിമീറ്ററിന്റെ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം 4 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് 2.5 സെന്റിമീറ്റർ വശത്തിന്റെ നീളമായ സമചതുരമാണ്. 2.5 സെന്റിമീറ്റർ. അപ്പൊ 2.5 സെന്റിമീറ്റർ എന്ന് പറയുമ്പം എത്രയാണ് 5/2 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതും ഞാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. എ സ്ക്വയർ. അപ്പൊ എന്താണ് 5/2 സെന്റിമീറ്റർ the whole square equal to 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4, സെന്റിമീറ്ററിന്റെ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 25/4 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ഇതിങ്ങനെ പൊയ്ക്കും. അപ്പം പരപ്പളവിന്റെ സംഖ്യാശ്രേണി എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് വികർണങ്ങളുടെ നീളം. വികർണങ്ങൾ എന്തെന്ന് അറിയും മുമ്പേ നമുക്ക് പൈതഗോറസ് തിയറം എന്താണെന്ന് അറിയാം. നോക്കാം. എന്താണ് പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് പൈതഗോറസ് തിയറം പറയുന്നത്. എന്താണ് മട്ടത്രികോണം? ഒരു ത്രികോണത്തിന്റെ ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിനെ നമ്മൾ മട്ടത്രികോണം എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഇങ്ങനെയും നമുക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ സിമ്പിൾ ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിട്ടുള്ള മട്ടത്രികോണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മട്ടത്രികോണത്തിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു ABC. ഈ മട്ടത്രികോണത്തിന്റെ ഈ ഭാഗത്തിന് നമ്മൾ പാദം എന്നാണ് പറയുന്നത്. ഈ കുത്തനെയുള്ള ഈ ഭാഗത്തിന് ലംബം, ഈ ചരിവുള്ള ഭാഗത്തിന് കർണം. അപ്പൊ പാദം, ലംബം, കർണം, ഇങ്ങനെയാണ് മട്ടത്രികോണത്തെ പറയുന്നത്. ഏറ്റവും നീളം, ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം കർണമായിരിക്കും. കർണമാണ് ഏറ്റവും നീളം കൂടിയ ഭാഗം. ഇനി എങ്ങനെയാണ് പൈതഗോറസ് തിയറം വെച്ചിട്ട് 2 വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ലംബവും പാദവും അറിയാം, കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ലംബത്തിന്റെ അളവും ഈ കുത്തനെയുള്ള വശത്തിന്റെ അളവും പാദത്തിന്റെ അളവും തന്നിട്ടുണ്ട്. കർണമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം കണ്ടുപിടിക്കണമെങ്കിൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ. അതായത് പാദത്തിന്റെ അളവിന്റെ സ്ക്വയറും ലംബത്തിന്റെ അളവിന്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കർണത്തിന്റെ സ്ക്വയർ കിട്ടും.
ഇനി അപ്പൊ ഈ കർണം എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണ് അല്ലെ, ബി സി. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ബി സി സ്ക്വയർ സമം പാദം എന്താണ്? എ ബി. എ ബി സ്ക്വയർ അധികം എ സി സ്ക്വയർ. നമുക്കറിയേണ്ടത് കർണമാണ്, കർണം സ്ക്വയർ അല്ല. അപ്പൊ കർണം സ്ക്വയറിന്റെ ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? റൂട്ടായി മാറും. സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് പോവുകയാണെങ്കിൽ റൂട്ടായി മാറും. ഇനി റൂട്ടാണ് ഈക്വൽ ടുന്റെ മറുവശത്ത് പോകുന്നതെങ്കിൽ അത് സ്ക്വയറായി മാറും. അത് നിങ്ങൾ മറക്കരുത്. അപ്പം ഈ ബി സി സ്ക്വയറിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ, സമത്തിന് ഇപ്പുറത്ത് പോകുമ്പോൾ അതെന്തായി മാറും? റൂട്ടായി മാറും. അപ്പൊ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ഇതാണ് കർണം കണ്ടുപിടിക്കേണ്ട ഫോർമുല. നെക്സ്റ്റ്, ഇനി എനിക്ക് പാദം അറിയാം, കർണവും പാദം കണ്ടുപിടിക്കണം, കർണവും ലംബവും അറിയാം എങ്കിൽ എന്ത് ചെയ്താൽ മതി? പാദത്തിന്റെ പാദം എന്താണ്? പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. എന്തുകൊണ്ട് മൈനസ് വന്നു? ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം കർണമാണ്. അപ്പൊ കർണത്തിൽ നിന്ന് ലംബം കുറച്ചാൽ പാദം കിട്ടും. പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. പാദം എന്ന് പറയുന്നത് എന്താണ്? എ ബി. അപ്പൊ എ ബി സ്ക്വയർ ഇസിക്കൽ ടു കർണം എന്താണ്? ബി സി സ്ക്വയർ മൈനസ് ലംബം എന്താണ്? എ സി സ്ക്വയർ. ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടായി മാറും. അപ്പം എ ബി ഇസിക്കൽ ടു റൂട്ട് ഓഫ് ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്ന് എഴുതാം. ഇനി പാദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായി ഇനി നമുക്ക് ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണവും പാദവും അറിയാം, ലംബം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതണം? ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ലംബം എന്ന് പറയുന്നത് എന്താണ്? എ സി. അപ്പൊ എ സി സ്ക്വയർ സമം കർണം എന്താണ്? ബി സി സ്ക്വയർ മൈനസ് പാദം എന്താണ്? എ ബി സ്ക്വയർ. ഈ സ്ക്വയർ അപ്പുറത്തും എന്താവും? റൂട്ടായി മാറും. അപ്പം ഇങ്ങനെയാണ് ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കർണം മാത്രമാണ് മറ്റു രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടാനുള്ളത്. ബാക്കി രണ്ടിലും കർണത്തിൽ നിന്ന് തൊട്ടടുത്ത വശം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എളുപ്പമാണ് ഈ ഫോർമുല. ഈ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ഈ വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ ഈ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് വികരണങ്ങളുടെ നീളമാണ്. ആദ്യം ഒന്നാമത്തെ ചതുരം നമുക്ക് ആദ്യം വരയ്ക്കാം. 1 സെന്റിമീറ്റർ ആണ് ഒന്നാമത്തെ ചതുരത്തിന്റെ നീളം. അതുകൊണ്ട് എല്ലാ സൈഡും 1 സെന്റിമീറ്റർ. എന്താണ് വികരണങ്ങൾ? വികരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ സമചതുരത്തിൽ 4 കോണുകളുണ്ട്. 1, 2, 3, 4. ഒരു കോണിന്റെ എതിർ കോണിലേക്ക് വരയ്ക്കുന്ന വരയെയാണ് നമ്മൾ വിളിക്കുന്നത് വികരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സമചതുരത്തിൽ എത്ര വികരണം വരയ്ക്കാം? 2 എണ്ണം വരയ്ക്കാം. ഇങ്ങനെയും ഇങ്ങനെയും. അപ്പൊ ഈ വികരണത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വികരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ വശം കാണണം. അപ്പൊ ഞാൻ ഇതിന് എ ബി സി എന്ന് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇത് പാദം, ഇത് ലംബം, അപ്പൊ ഇത് കർണം. അപ്പൊ കർണമാണ് അറിയേണ്ടത്. കർണം സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ. പാദത്തിന്റെയും ലംബത്തിന്റെ സ്ക്വയർ നമ്മൾ കൂട്ടിയ കർണത്തിന്റെ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പൊ കർണം എന്ന് പറയുന്നത് എന്താണ്? ബി സി. ഇപ്പൊ ബി സി ഇസിക്കൽ ടു റൂട്ട് ഓഫ് എന്താണ്? എ ബി സ്ക്വയർ പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ എ സി സ്ക്വയർ. ഇപ്പൊ ബി സി ഇസിക്കൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ അധികം 1 സ്ക്വയർ. കാരണം ഇതും 1 സെന്റിമീറ്റർ ആണ്. ഇസിക്കൽ ടു 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. 1ന്റെ സ്ക്വയറും 1 തന്നെയാണ്. അപ്പൊ റൂട്ട് ഓഫ് 1 + 1 റൂട്ട് ഓഫ് 2
ഇപ്പൊ √2 സെന്റിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം. അപ്പൊ എന്താണ് √2 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ സമചതുരം എത്രയാണ്? 3/2 അല്ലേ ഒരു വശം. അപ്പൊ മറ്റേ വശം തന്നെയാണ് 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് BC എന്ന് പറയുന്ന ഈ കർണത്തിന്റെ നീളം എന്ന് പറയുന്നത് √AB² + AC². BC = 1ന്റെ സ്ഥാനത്ത് 3/2. 3/2ന്റെ √3/2² + 3/2². ഓക്കെ, അപ്പം 3/2 ആണ് പാദത്തിന്റെ സ്ക്വയർ, ലംബം 3/2 ആണ് ലംബത്തിന്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ ഈ 3/2ന്റെ സ്ക്വയർ നമ്മൾ കാണാം. ഈ 3/2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭിന്നസംഖ്യയാണ്. അപ്പം A/B ഫോമിലാണ് ഭിന്നസംഖ്യ ഇരിക്കുന്നത്. അപ്പൊ A/B² എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എയുടെയും സ്ക്വയർ കാണുക, ബിയുടെയും സ്ക്വയർ കാണുക. അപ്പൊ A/B² എന്താണ്? A²/B². അങ്ങനെയാണെങ്കിൽ BC = √3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4. ഇനി ഇവയെ തമ്മിൽ നമ്മൾ കൂട്ടിയാൽ മതി. ഇനി A/B + D/B ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടണമെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ, താഴെയുള്ള ഡിനോമിനേറ്ററുകൾ സെയിം ആണോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണ് നമുക്ക് കൂട്ടാം. കൂട്ടുമ്പോൾ A + D/B ഇങ്ങനെ എഴുതണം. അല്ലാണ്ട് A + D / B + B എന്ന് ഒരിക്കലും എഴുതരുത്. അത് തെറ്റാണ്. രണ്ടു വട്ടം നമ്മൾ ഡിനോമിനേറ്റർ കൂട്ടാൻ പാടില്ല. ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് എഴുതുക. മുകളിലുള്ള സംഖ്യകളെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ള സംഖ്യകളെ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. മുകളിലുള്ള ന്യൂമറേറ്ററുകളെ തമ്മിൽ കൂട്ടിയിട്ട് / ഡിനോമിനേറ്റർ. അങ്ങനെയാണ് ഇത് എങ്ങനെ എഴുതാം? √9 + 9 / 4 = √18/4 എന്ന് കിട്ടും. √18/4 നമുക്കറിയാം സ്ക്വയർ ആണ് സ്ക്വയർ റൂട്ടായിട്ട് മാറുന്നത്. അതായത് 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ ആണ് 25. ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ 4ന്റെ റൂട്ട് എന്താണ്? 2, 9ന്റെ റൂട്ട് 3, 16ന്റെ റൂട്ട് 4, 25ന്റെ റൂട്ട് 5. പക്ഷെ ഇവിടെ ഉള്ളത് 18 ആണ്. 18ന് ഇവിടെ എവിടെയെങ്കിലും 18 ഉണ്ടോ? ഇല്ല. അപ്പൊ 18ന് റൂട്ട് ഇല്ല. 16 ഉണ്ട്. 16ന് റൂട്ട് 4 ആണ്. 16 കഴിഞ്ഞിട്ടാണ് 18 വരണം. ആ 18 എന്ന് പറയുന്ന സംഖ്യക്ക് റൂട്ട് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഒരു റൂട്ടുള്ള നമ്പറും റൂട്ടില്ലാത്ത നമ്പറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം 18ന് നമുക്ക് 2 നമ്പറായിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ടുള്ള നമ്പറും റൂട്ടില്ലാത്ത നമ്പർ ഏതൊക്കെ നമുക്ക് 18 ആയിട്ട് എടുക്കാം? 6 × 3 എത്ര കിട്ടും? 18 കിട്ടും. 9 × 2 18 കിട്ടും. അപ്പം ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയത് 18 കിട്ടാൻ വേണ്ടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 6ഉം 3ഉം ഗുണിച്ചാൽ 18 കിട്ടും. 9ഉം 2ഉം ഗുണിച്ചാലും 18 കിട്ടും. പക്ഷെ ഈ 6ന് റൂട്ട് ഉണ്ടോ? ഇല്ല. 3നും റൂട്ട് ഇല്ല. പക്ഷെ ഈ 9ന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. 9ന്റെ റൂട്ട് 3 ആണ്. 2ന് റൂട്ട് ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് റൂട്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ 18ന് ഞാൻ റൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്തു. 9 × 2 / 4. മനസ്സിലായല്ലോ എങ്ങനെയാണ് 9 × 2 എന്ന് എഴുതിയതെന്ന്? ഇനി √A × B എന്നാണ്. അങ്ങനെ ഒരു ഫോമിൽ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയുടെ റൂട്ടും കണ്ടുപിടിക്കണം, ബിയുടെ റൂട്ടും കണ്ടുപിടിക്കണം. √A × B എന്ന് വെച്ചാൽ എന്താണ്? √A × √B. അപ്പൊ ഇതും അങ്ങനെയല്ലേ ഇരിക്കണം? √A × B എന്ന് പറയുന്നത് എന്താണ്? √A × √B. അതുപോലെ തന്നെ √A/B എന്നാണെങ്കിൽ
എയുടെ റൂട്ടും കണ്ടുപിടിക്കണം, ബിയുടെ റൂട്ടും കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് എ ബൈ ബി എന്നാണെങ്കിൽ റൂട്ട് എ ബൈ റൂട്ട് ബി. അപ്പൊ ഇത് റൂട്ട് ഓഫ് എ ബൈ ബി എന്ന ഫോമിലാണ് ഇരിക്കുന്നത്. അതാദ്യം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 9 ഇൻറ്റു 2 ബൈ റൂട്ട് 4. അപ്പൊ റൂട്ട് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബൈ റൂട്ട് ബി. അപ്പൊ റൂട്ട് എ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയുമാണ്, അത് എഴുതി. ഡിവൈഡഡ് ബൈ റൂട്ട് ബി എന്ന് പറയുന്നത് 4. ഇനി റൂട്ട് ഓഫ് 9 ഇൻറ്റു 2, 9 ഇൻറ്റു 2 ആണ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ ഈ ഫോമിലാണ് ഇരിക്കുന്നത് അല്ലെ. റൂട്ട് 9 ഇൻറ്റു 2 റൂട്ട് എ ഇൻറ്റു ബി എന്ന്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അപ്പൊ റൂട്ട് 9 ഇൻറ്റു 2 എങ്ങനെ എഴുതാം? റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 4. റൂട്ട് 4ന് റൂട്ട് ഉണ്ട്, 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പൊ 4ന്റെ റൂട്ട് 2 ആണ്. ഇനി 9ന് റൂട്ട് ഉണ്ട്, എത്രയാണ്? 3. 2ന് റൂട്ട് ഇല്ല, അപ്പം റൂട്ട് 2 എന്ന് അങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ 2. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ രണ്ട് ഭിന്നസംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിച്ചു, അവ തമ്മിൽ കൂട്ടിയ ശേഷം റൂട്ട് കാണണം. 18ന് റൂട്ട് ഇല്ല, 18ന് റൂട്ട് കിട്ടാത്തത് കൊണ്ട് 18ന് നമ്മൾ ഒരു റൂട്ടുള്ള നമ്പറും അല്ലാത്ത നമ്പറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത ശേഷം അവയുടെ ഓരോന്നിന്റെ റൂട്ടുകൾ കണ്ടുപിടിച്ചു. 9ന് റൂട്ടുണ്ട് 3, റൂട്ട് 2ന് റൂട്ട് ഇല്ല, അതുകൊണ്ട് റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4ന്റെ റൂട്ട് 2. അപ്പം രണ്ടാമത്തെ സമചതുരത്തിന്റെ ഈ വികരണത്തിന്റെ നീളം നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? റൂട്ട് 3 റൂട്ട് 2 ബൈ 2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി മൂന്നാമത്തെ സമചതുരത്തിന് നോക്കാം. മൂന്നാമത്തെ സമചതുരത്തിന്റെ നീളം എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇപ്പൊ 2 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ആണല്ലോ. ബി സി ഇസിക്കൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ 2 സ്ക്വയർ അധികം ലംബം സ്ക്വയർ 2 സ്ക്വയർ റൂട്ട് 4 പ്ലസ് 4 റൂട്ട് 8. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ 8ന് റൂട്ട് ഇല്ല. 8ന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ടുള്ള രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കണം. രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുക, അതിൽ ഒന്നിന് റൂട്ട് കാണും. അപ്പം 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടില്ലേ? അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. റൂട്ട് ഓഫ് 4 ഗുണം 2. റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഈക്വൽ ടു 4ന് റൂട്ട് ഉണ്ട് 2, ഇതിന് റൂട്ടില്ല 2 റൂട്ട് 2. അപ്പൊ ആൻസർ എത്ര കിട്ടി? ഈ വികരണത്തിന്റെ നീളം 2 റൂട്ട് ആണ്. ഇനി മൂന്നാമത്തെ 2.5 സെന്റിമീറ്ററിന്റെ സമചതുരത്തിന്റെ വികരണം നോക്കാം. 2.5 ആകുമ്പോഴത്തേക്ക് 5/2 സെന്റിമീറ്റർ. 5/2ന്റെ സ്ക്വയർ അധികം 5/2ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25/4 അധികം 25/4 സമം റൂട്ട് ഓഫ് മുകളിലുള്ള ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുക, ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതുക. 25 പ്ലസ് 25 58 100 റൂട്ട് 4. അപ്പൊ റൂട്ട് എ ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ ബൈ റൂട്ട് ബി. അപ്പൊ റൂട്ട് 50 അറിയില്ല, അവിടെ ഇരിക്കട്ടെ. റൂട്ട് 4 അറിയാം, 2. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50ന് റൂട്ട് ഇല്ല. അപ്പൊ 50നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഏതൊക്കെ നമ്പറുകളിൽ 50 കിട്ടും? 5 ഗുണം 10 50 കിട്ടും അല്ലേ? വേറൊരു നമ്പർ എടുക്കാം, 25 ഗുണം 2 50 കിട്ടും. അപ്പൊ നമുക്ക് സ്ക്വയർ ഉള്ള ഒരു നമ്പറും സ്ക്വയർ ഇല്ലാത്ത ഒരു നമ്പറും വേണം. അപ്പൊ ഇവിടെ 5ന് റൂട്ടുള്ള ഒരു നമ്പറും റൂട്ടില്ലാത്ത നമ്പറും. അപ്പൊ 5ന് റൂട്ടില്ല, 10നും റൂട്ടില്ല. ഇവിടെ നോക്കിയാണ് 25ന് റൂട്ടുണ്ട്, 2ന് മാത്രമാണ് റൂട്ടില്ലാത്ത. അപ്പൊ 25ന് റൂട്ട് ഉള്ളതുകൊണ്ട് 50നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇസിക്വൽ ടു റൂട്ട് ഓഫ് 25 ഗുണം 2 ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ ബാലൻസ്. ഇപ്പൊ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഡിവൈഡഡ് ബൈ 2. ഈ റൂട്ട് എ ഇൻറ്റു ഈ റൂട്ട് ബി. 25ന്റെ റൂട്ട് എത്രയാണ്? 5. 2ന്റെ റൂട്ട് ഇല്ല, അപ്പൊ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ
5√2 ആണ് നമ്മുടെ 5√2/2 ആണ് നമ്മുടെ നാലാമത്തെ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം. 5√2/2 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വികർണങ്ങളുടെ നീളവും കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെയാണ് ഓരോന്നിനെയും നമ്മൾ സംഖ്യാശ്രേണിയിൽ എഴുതുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് സ്കൂളിലാവുമ്പോഴത്തേക്ക് ടീച്ചർ വളരെ പെട്ടെന്ന് ബോർഡിൽ എഴുതി പോകുമ്പോൾ ഇതൊന്നും ഇത്രയും എക്സ്പ്ലനേഷൻ തരത്തില്ല. പെട്ടെന്ന് ഇതിന്റെ ഇങ്ങനെ എഴുതിയിട്ട് ഫൈനൽ ആൻസർ ആവുന്ന ഇത് മാത്രമേ എഴുതത്തുള്ളൂ. പക്ഷെ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിലോ സ്കൂളിലോ കിട്ടാത്ത അറിവ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കാം. സ്കൂളിലായാലും ട്യൂഷൻ ക്ലാസ്സിലായാലും ഒരു വട്ടമേ അവർ പറഞ്ഞു തരത്തുള്ളൂ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരത്തില്ല. അപ്പൊ മറന്നു പോയാലും എക്സാം ടൈമിൽ ഇതെല്ലാം മറന്നു പോയാലും വീണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ, അത് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.